CMA ഫൈനൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എലക്ടീവ് പേപ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. CMA ഫൈനലിന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എലക്ടീവ് പേപ്പർ, അതായത് ഓപ്ഷൻ പേപ്പർ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: നമുക്കൊരു 1000 രൂപ ചിലവ് വരും. 1000 രൂപ ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്താൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മളതിന് കൃത്യമായ DD എടുക്കണം. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, പേയബിൾ അറ്റ് കൊൽക്കട്ട എന്ന് പറഞ്ഞ് DD എടുത്തിട്ട് ആ DDയും നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ലെറ്ററായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്രസ്സിലേക്ക് അയക്കുക. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് ഏതായാലും വന്നിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു ഓപ്ഷണൽ പേപ്പർ സെലക്ട് ചെയ്യും. പക്ഷേ അത് നമ്മൾക്ക് ഈ കുട്ടികൾക്ക് പേഴ്സണലി അത് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം പൊതുവെ അനലൈസ് ചെയ്യാറില്ല. അപ്പോൾ പലരും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അതങ്ങനെ എലക്ടീവ് പേപ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തെങ്കിലും അവൈലബിൾ ആണോ. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇതിനു മുമ്പ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നേരിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും എലക്ടീവ് പേപ്പർ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ പറഞ്ഞ ഫോർമാലിറ്റീസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുക. അപ്പം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇനി അടുത്ത ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്കും ഒക്കെ അത് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ. ഓക്കെ.